ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കാനും പാപരഹിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്വർഗം ലക്ഷ്യമാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ക്രൈസ്തവരായ എല്ലാ വ്യക്തികളും. ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കാനായിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപം എല്ലാ വഴികളിലും എല്ലാ മാർഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് ചുറ്റും പാപത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട്, പാപത്തിൻ്റെ എല്ലാ മാർഗങ്ങളുമുണ്ട്, വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ്, നമ്മളെ ബലഹീനരാണ്. പാപം ചെയ്യുക വഴി യേശുവുമായുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെടുകയും യേശുവുമായുള്ള ഐക്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയിൽ കുമ്പസാരം എന്ന കുദാശ ഉള്ളതുകൊണ്ട് കുമ്പസാരം എന്ന കുദാശയിലൂടെ കടന്നു പോകുകയും അവൻ ചെയ്തു പോയ പാപത്തിന് മോചനം ലഭിക്കുകയും അതുവഴി യേശുവുമായി നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുകയും യേശുവുമായി ഐക്യപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൽ പൂർണ്ണമായ സൗഖ്യം കിട്ടാനും പൂർണ്ണമായ കൃപകൾ സ്വീകരിക്കാനും കൃപകളാൽ നിറഞ്ഞ ഒരു ജീവിതം ചിട്ടപ്പെടുത്താനും യേശുവുമായി പൂർണ്ണമായും ഐക്യപ്പെട്ട് ജീവിക്കാനും ഏറ്റവും ആവശ്യമായത് ദണ്ഡവിമോചനമാണ്. ഈ വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്താണ് ദണ്ഡവിമോചനം? നമ്മുടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ കൊറോണ വൈറസിൻ്റെ മാരകമായ അതിപ്രസരം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചു മാർപ്പാപ്പയുടെ ആശീർവാദം പൂർണ്ണമായ ദണ്ഡവിമോചനം നൽകുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. അതിലൂടെ കടന്നുപോയവരാണ് നമ്മളെല്ലാവരും. പൂർണ്ണമായിട്ടും എന്താണ് ദണ്ഡവിമോചനം എന്ന് മനസ്സിലാക്കിയിട്ടാണോ, എങ്ങനെയാണ് ദണ്ഡവിമോചനം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണോ നാം ആ ദണ്ഡവിമോചന പ്രക്രിയയിലൂടെ കടന്നുപോയത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ ആശീർവാദത്തിലൂടെ ദണ്ഡവിമോചനം എനിക്ക് ലഭ്യമായോ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ വാക്കിനെ ഇംഗ്ലീഷിൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുക. കിഴിച്ചു കൊടുക്കുക, ഇളവ് കൊടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്താണ് ദണ്ഡവിമോചനം എന്ന് വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറെ അത്യാവശ്യമാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ആധികാരികമായ പഠന ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം. ആ പുസ്തകത്തിലെ ദണ്ഡവിമോചനത്തെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നത് എന്നൊന്ന് നോക്കാം. അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനിതൊന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു വ്യക്തിക്ക് മാരകമായൊരു മുറിവ് സംഭവിച്ചു. അയാൾ ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടെ ഓപ്പറേഷൻ നടത്തി, മുറിവുകൾ തുന്നിക്കൂട്ടി. പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ തീർന്നു. കുമ്പസാരം എന്ന കുദാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപമോചനം ലഭ്യമായി. എന്നാൽ ഈ മുറിവ് പറ്റിയ വ്യക്തിക്ക് ആ മുറിവ് പറ്റിയ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ച് പൂർവ്വസ്ഥിതിയിൽ ആകണമെങ്കിൽ തുടർന്നുള്ള ചികിത്സാവിധിയിലൂടെ കടന്നു പോകണം. മരുന്നുകൾ കഴിക്കണം, ലേപനങ്ങൾ പുരട്ടണം. ദണ്ഡവിമോചനത്തിന് നമുക്കതിലൂടെ ഉപമിക്കാം. ദണ്ഡവിമോചനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപമോചനം ലഭിക്കുകയും പൂർണ്ണമായ സൗഖ്യം ആത്മാവിൽ സ്വീകരിക്കാനും അനുഭവിക്കാനും സാധിക്കുകയും കൃപകൾ സ്വീകരിച്ചുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകും. ആമുഖത്തിൽ ശ്രവിച്ചതുപോലെ നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണമായ സൗഖ്യവും നാമും ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്നത് ദണ്ഡവിമോചനമാണെന്ന് നാം മനസ്സിലാക്കി. ഇനിയുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ ദണ്ഡവിമോചനത്തിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയുണ്ട്. ദണ്ഡവിമോചനം പ്രാപിക്കാൻ നാം എന്തൊക്കെ വ്യവസ്ഥകൾ പാലിക്കണം എന്ന് നമുക്ക് ഉറക്കെ ചിന്തിക്കാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കലാണ്. ഈ സ്വർഗീയ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ
വിശുദ്ധി ഏറ്റവും അത്യാവശ്യമാണ്. ഈ വിശുദ്ധി നേടിയെടുക്കുന്നതിൽ ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 1:16 ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമേ. എന്ന് വെച്ചാൽ പരിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ മുഖാമുഖം ദർശിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമേ. പക്ഷെ നമ്മൾ ആരും പരിപൂർണരല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ ഉപേക്ഷ മൂലമോ പ്രവർത്തികൾ മൂലമോ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ്. അവയ്ക്കൊക്കെ നമുക്ക് കുമ്പസാരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിന്റെ പാപകടങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3 തുടങ്ങി 7 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആണ് വിശുദ്ധീകരണം. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ പാപകറകൾ കഴുകിക്കളയുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണം. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പാപങ്ങൾ പോലും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് നിത്യത അല്ലെങ്കിൽ സ്വർഗഭാഗ്യം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വെളിപാട് 21:27 പറയുന്നത്, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗണ്ടല്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. കുമ്പസാരിച്ച് പാപമോചനം ലഭിക്കുന്ന അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിലും അയാളുടെ താൽക്കാലിക ശിക്ഷയ്ക്ക് ഇളം കിട്ടുന്ന രീതിയിലുള്ള പരിഹാരങ്ങളായി ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ പരിഹാരം പ്രക്രിയ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് നടത്തപ്പെടും. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വെച്ച് നടക്കപ്പെടുന്ന ശുദ്ധീകരണ പ്രക്രിയ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത് ദണ്ഡവിമോചനങ്ങളിലൂടെയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനങ്ങളും പീഡകളും വളരെയേറെയാണെന്ന് ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലും വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ പാദ്രി പ്രിയോ, വിശുദ്ധ അമ്മ ത്രേസ്യ എന്നിവരുടെ ദർശനങ്ങളിൽ നിന്നും വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ എഴുതുന്നു: അഗ്നിയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെങ്കിലും ആ അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും. വിശുദ്ധ പാദ്രി പ്രിയോ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിൽ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അനുഭവ സാക്ഷ്യവും നമുക്ക് നോക്കാം. മഠത്തിൽ ദണ്ഡവിമോചന അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ വിശുദ്ധ ജീവിതം നയിച്ച ഒരാൾ മരിച്ചപ്പോൾ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് പോലും പോകാതെ നേരെ സ്വർഗം പ്രാപിക്കുന്നത് വിശുദ്ധ അമ്മ ത്രേസ്യ ദിവ്യ ദർശനത്തിൽ കണ്ടു. കാരണം ആരാഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അവൾ വിശ്വസ്തയോടെ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവത്തിന് അവൾ അനേകം കടങ്ങൾ തിരികെ കൊടുത്തു. അങ്ങനെ മരണനേരത്ത് കളങ്കരഹിതമായ ഒരു ആത്മാവായിരുന്നു അവളുടേത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി നേടിയെടുക്കാൻ ദണ്ഡവിമോചനങ്ങളുടെ പ്രസക്തി വളരെയേറെയാണ്. അടുത്തതായി, എങ്ങനെ ദണ്ഡവിമോചനം പ്രാപിക്കാം, അതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 1968 ജൂൺ 29 മാനുവൽ ഓഫ് ഇന്റലിജൻസസ് എന്ന രേഖയിൽ പ്രതിപാദിക്കുന്ന ദണ്ഡവിമോചന വ്യവസ്ഥകൾ ഇവയാണ്. 1-ാമത്തെ വ്യവസ്ഥ, ദണ്ഡവിമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മാമോദീസ സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. 2, ദണ്ഡവിമോചനം പ്രാപിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. അത് തനിക്ക് തന്നെ വേണ്ടിയോ മരിച്ചവർക്ക് വേണ്ടിയോ. 3-ാമത്തെ വ്യവസ്ഥ, പ്രസാദപര അവസ്ഥയിലായിരിക്കണം. കൂടാതെ മാരകപാപങ്ങളെയും ഉപേക്ഷിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത വ്യക്തിയായിരിക്കണം. 4ാമത്തെ വ്യവസ്ഥ പറയുന്നത് ആ വ്യക്തി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിരിക്കണം. 5-ാമത്തെ വ്യവസ്ഥ, മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞറിവ് ഒരു ത്രിത്വരാമൻ മാർപ്പാപ്പ പറയുന്നത്, പാപകടം നീക്കുക എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഉജ്ജ്വലിപ്പിക്കുന്നതിനാണ് ദണ്ഡവിമോചനം ഉദ്ദേശിക്കുന്നതെന്നാണ്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ,
കൊറോണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ COVID-19 ഈ സാഹചര്യത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ ആശീർവാദം പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടി പരിശുദ്ധ പാപ്പ നൽകുന്നത് നമ്മളെല്ലാവരും അതിയായി ആഗ്രഹിച്ച് ജീവിച്ചിരിക്കുന്ന വ്യക്തികളായ നമുക്ക് പാപകടങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ കൊറോണയിൽ മരണപ്പെട്ടു പോയ നമ്മളുടെ സഹോദരങ്ങൾക്ക് അത് സാധ്യമല്ലാത്തതിനാൽ നമ്മളെല്ലാവരും അതിയായി ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ദണ്ഡവിമോചനത്തിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പരസ്നേഹമാണ്, സഹോദര സ്നേഹമാണ് അത് കാണിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി, അടി മൂത്തു, ഒരാളുടെ കാലൊടിഞ്ഞു, അയാള് ജോലിക്ക് പോകാൻ പാകാത്ത അവസ്ഥയിൽ കുടുംബത്തിൽ നിസ്സഹായനായിട്ട് കിടക്കുന്നു. ഭാര്യയും മക്കളും അയാളെ ചുറ്റിപ്പറ്റിയുള്ള മാതാപിതാക്കളും ഭക്ഷണത്തിന് വകയില്ലാതിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തെറ്റ് ചെയ്ത വ്യക്തി കുമ്പസാരിച്ച് പാപമോചനം നേടിയെന്നത് ശരി തന്നെ. എന്നാൽ അയാളുടെ വിശുദ്ധി പൂർണ്ണമാകുന്നത് അയാൾ ആ കിടക്കുന്ന വ്യക്തിയെ സാമ്പത്തികമായും സഹായിച്ചുകൊണ്ട്, ശാരീരികമായും സേവനം ചെയ്തുകൊണ്ട് അയാൾ ചെയ്ത ആ തെറ്റിന്റെ പാപത്തിന്റെ കടം വീട്ടുകയാണ്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ആ പാപകടങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ദണ്ഡവിമോചനം കൊണ്ട് വളരെയധികം നമ്മുടെ ആത്മാവിന്റെ പാപകറകള് കഴുകി കളയാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ദണ്ഡവിമോചനം ലഭിക്കേണ്ട വ്യവസ്ഥകളെ കുറിച്ചാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ലെങ്കിൽ ദണ്ഡവിമോചനം ഭാഗികമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വ്യവസ്ഥകളെ പറ്റി കുറച്ചാഴത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ എങ്ങനെ പാലിക്കപ്പെടണം എന്ന് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കാം. മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ സഭയിൽ അംഗമായിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാൻ സാധിക്കുകയില്ല. ദണ്ഡവിമോചനം ലഭിക്കാൻ നമ്മൾ രണ്ടാമതായി ചിന്തിക്കുന്ന വ്യവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക ദിവസം ദണ്ഡവിമോചനം ലഭിക്കാൻ സാധിക്കുമെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം, അതേക്കുറിച്ച് ആഗ്രഹിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നതാണ്. ദണ്ഡവിമോചനം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നാണ് പ്രസാദപരാവസ്ഥയിലായിരിക്കുക എന്നുള്ളത്. പ്രസാദപരാവസ്ഥയിലായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാരകമായ പാപാവസ്ഥയിൽ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ള തീരുമാനം ആ വ്യക്തി എടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുമ്പസാരവും കുർബാനയും. ദണ്ഡവിമോചനം ലഭിക്കുന്ന ദിവസം അദ്ദേഹം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിരിക്കണം. ന്യായമായ കാരണങ്ങളാൽ അത് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും എന്ന തീരുമാനം അദ്ദേഹം എടുത്തിരിക്കണം. ഒരു വ്യക്തി ഒരു ദിവസം പൂർണ്ണമായ ദണ്ഡവിമോചനം നേടാൻ പൂർണ്ണമായ അനുതാപത്തോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. അദ്ദേഹത്തിന് ദണ്ഡവിമോചനം ലഭിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദണ്ഡവിമോചനം ലഭിക്കാൻ ഒരവസരം കൂടെ, എന്ന് വെച്ചാൽ ഒരു ദിവസം കൂടെ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്നറിഞ്ഞാൽ പൂർണ്ണമായ പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കുർബാന സ്വീകരിക്കണം എന്നത് നിർബന്ധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനുദിന ദിവ്യകാരുണ്യ സ്വീകരണവും കുമ്പസാരവും സ്വീകരിക്കാൻ സാധിക്കാത്ത മേഖലകളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായ അനുതാപവും ഏറ്റവും അടുത്ത ദിവസം തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും എന്ന തീരുമാനവും ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ അധികാരപ്പെട്ട ആത്മീയ നേതാക്കൾക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാനുള്ള അനുവാദം ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നുള്ളത് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ വെക്കാനുള്ള കാരണം തന്നെ നമുക്ക് സഭയോടുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയാണ്. ദണ്ഡവിമോചനം ലക്ഷ്യം വെക്കുന്നത് ക്രിസ്തീയ ജീവിതം കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും
അടിയുറച്ച ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അനുദിനം കുറെ കാര്യങ്ങൾ ചെയ്ത് കടങ്ങളൊക്കെ വീട്ടി എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ എത്തിച്ചേരാം എന്ന തരത്തിലുള്ള ഒരു മനോഭാവം നാം ഒരിക്കലും പുലർത്തരുത്. ദണ്ഡവിമോചനം 2 തരത്തിലാണുള്ളത്: പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗികമായ ദണ്ഡവിമോചനവും. പൂർണ്ണമായ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അന്ന് വരെയുള്ള പാപകടങ്ങൾ മോചിക്കപ്പെട്ടു, പൂർണ്ണമായും മോചിക്കപ്പെട്ടു എന്നതാണ്. ഭാഗികം എന്ന് പറയുമ്പോൾ ഭാഗികമായി മാത്രമേ, കുറച്ച് മാത്രമേ പാപകടങ്ങൾ മോചിക്കപ്പെടുന്നുള്ളൂ. പൂർണ്ണ ദണ്ഡവിമോചനം ഒരു വ്യക്തിക്ക് ദിവസത്തിൽ 1 തവണ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഭാഗികമായ ദണ്ഡവിമോചനം ഒരു ദിവസത്തിൽ പല തവണയായി അദ്ദേഹത്തിന് നേടാൻ സാധിക്കും. ദണ്ഡവിമോചനം എന്താണെന്നും ദണ്ഡവിമോചനത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ദണ്ഡവിമോചനം പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം മാത്രം അതിനോടുകൂടി ചേർക്കുകയാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഒരു പ്രസാദപരാവസ്ഥയിലാണോ ആ ഒരു അവസ്ഥയിലേക്കാണ് ദണ്ഡവിമോചനം പ്രാപിക്കുമ്പോൾ നമ്മൾ തിരികെ വരുന്നത്. അത് തന്നെയാണ് ദണ്ഡവിമോചനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതെല്ലാം വിധത്തിലാണ് ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ദണ്ഡവിമോചനം 2 രീതിയിലാണ് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്: പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനായി നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന. നോമ്പ് കാലങ്ങളിൽ നമ്മൾ വളരെ ധ്യാനാത്മകമായിട്ട് വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. രണ്ടാമതായി 30 മിനിറ്റിൽ കുറയാതെ യേശുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നതും വായിക്കുന്നതും നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടിത്തരും. മൂന്നാമതായി വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശ് രൂപത്തിന് മുൻപിൽ വിശുദ്ധ കുരിശിന്റെ ജപം ചൊല്ലി കുരിശ് ചുംബിക്കുന്നത് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടിത്തരും. അടുത്തതായി ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ദേവാലയത്തിലുള്ള ചടങ്ങുകളിൽ, പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് വിശുദ്ധ കുരിശ് വണങ്ങുകയും ചുംബിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നു, പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുഃഖ ശനിയാഴ്ച തിരുക്കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുത്ത് ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിക്കുന്നത് വഴി നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. ഇനി പ്രത്യേക ദിവസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചന പ്രാപ്തിക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജനുവരി 1-ാം തീയതി താലാഹ് റൂഹ എന്ന പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ഡിസംബർ 31-ാം തീയതി ലഹ് അലാഹ എന്ന കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പൂർണ്ണദണ്ഡ വിമോചനം നൽകുന്നു. ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളിൽ മനുഷ്യകുലത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠാ ജപം ചൊല്ലുന്നത് പൂർണ്ണദണ്ഡ വിമോചനം നേടിത്തരുന്നു. ദൈവകരുണയുടെ തിരുനാളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പള്ളിയിൽ പങ്കെടുക്കുന്നത് വഴി നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്നുണ്ട്. പെന്തക്കോസ്ത ദിവസം താലാഹ് റൂഹ എന്ന പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നതും നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം നേടിത്തരുന്നു. ജനുവരി 1-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുന്ന താലാഹ് റൂഹ, അതുപോലെ തന്നെ ഡിസംബർ 31-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുന്ന കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന, ക്രിസ്തുരാജന്റെ രാജ്യത്തെ തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രതിഷ്ഠാ ജപം, ഇവയെല്ലാം പരസ്യമായി ആലപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോഴാണ് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം വിശ്വാസത്തോടെ ചെല്ലുന്ന വിശ്വാസിക്ക് ഭാഗിക ദണ്ഡവിമോചനം മാത്രമാണ് ലഭിക്കുന്നത്. പരസ്യ ആലാപനം എന്ന് പറയുമ്പോൾ പള്ളിയിലോ കപ്പേളകളിലോ സമൂഹമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ സംബന്ധിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചന പ്രാപ്തിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് ചെല്ലാം, അല്ലെങ്കിൽ മറ്റൊരാളോട് ചേർന്ന് ചെല്ലാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നയിക്കുന്ന പ്രാർത്ഥനയിൽ വളരെ പ്രാർത്ഥനാപൂർവ്വം ആഗ്രഹത്തോടുകൂടി പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമുക്ക് മാനസികമായിട്ട് അതിൽ പങ്കെടുക്കും. 3 മുഴുവൻ ദിവസങ്ങളെങ്കിലും ധ്യാനം ശ്രവിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അടുത്തതായിട്ട് പള്ളിയിലോ പൊതു പ്രാർത്ഥനാലയങ്ങളിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങളിലോ ഭക്ത സംഘടനകളിലോ ഒരു ജപമാലയുടെ 5 രഹസ്യങ്ങളും തുടർച്ചയായി ചൊല്ലി ധ്യാനിക്കുന്നത് പൂർണ്ണദണ്ഡ വിമോചനത്തിനുള്ള ഒരു മാർഗമാണ്.
നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലുന്ന ജപമാലയാണെങ്കിൽ അതിന് ഭാഗികമായി മാത്രമേ ദണ്ഡവിമോചനം ലഭിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ മറ്റു വ്യക്തികളോട് ചേർന്ന് അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഒരു കാരണമാകുന്നു. അടുത്തതായി വിശുദ്ധ ബൈബിൾ, അതുപോലെ തന്നെയുള്ള കൂദാശകൾ, പരിശുദ്ധ കുർബാന എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കുർബാനയ്ക്കും മറ്റ് കൂദാശകൾക്കും അതിൽ തന്നെ ദണ്ഡവിമോചനം നൽകപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയ്ക്കും കൂദാശകൾക്കും അതിൽ തന്നെ നമ്മെ വിശുദ്ധീകരിക്കാനും പവിത്രീകരിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവയ്ക്ക് ദണ്ഡവിമോചനം പ്രാപ്യമല്ല എന്ന് പറയുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവ അർപ്പിക്കപ്പെടുമ്പോൾ അവയ്ക്ക് ദണ്ഡവിമോചനം നൽകപ്പെടുന്നു. ഉദാഹരണത്തിന്, ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു കുട്ടിക്കും ആ തിരുക്കർമ്മത്തിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. അത് പരിശുദ്ധ കുർബാനയ്ക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനമല്ല, ആദ്യ കുർബാന എന്നുള്ള ആ ഒരു അവസരത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് നൽകുന്ന ദണ്ഡവിമോചനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ എല്ലാം നമ്മൾ ആദ്യ കുർബാനയ്ക്കൊക്കെ ആയിട്ട് ഒരുക്കുമ്പോൾ അവരോട് പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു കൂദാശ സ്വീകരിക്കാനായിട്ട് അവരെ ഒരുക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് 30 മിനിറ്റിൽ കുറയാതെ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലോടും ചേർന്നോ മറ്റൊരാളോട് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടോ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ 30 മിനിറ്റിൽ കുറയാതെ ആരാധന നടത്തുവാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 30 മിനിറ്റിൽ കുറയാതെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിള് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. അടുത്തതായി മാർപ്പാപ്പ, ബിഷപ്പുമാർ മുതലായവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു പുതിയ മാർപ്പാപ്പ ചാർജ് എടുക്കുമ്പോഴോ നമുക്ക് ഊർബിക് എക് ഓർബിസ് എന്ന ആശീർവാദം മാർപ്പാപ്പയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ആശീർവാദത്തിന് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഈസ്റ്ററിനും അതുപോലെ തന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രത്യേക സാഹചര്യത്തിലും മാർപ്പാപ്പ ഈ ആശീർവാദം നമുക്ക് തരികയും നമ്മളത് സ്വീകരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ മാർപ്പാപ്പയിലൂടെ ലഭിക്കുന്ന ഈ ആശീർവാദം നേരിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. രണ്ടാമതായി, ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ആദ്യത്തെ കുർബാന, പൊതു കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പൗരോഹിത്യം സ്വീകരിച്ചതിൻ്റെ 25, 50, 60 ജൂബിലി ആഘോഷങ്ങളിൽ ജൂബിലേറിയൻ അർപ്പിക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരേതരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മരണാസന്നനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അപ്പസ്തോലിക ആശീർവാദം ലഭിക്കുമ്പോൾ അയാൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. ഇതിന് സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് അയാൾ ഭക്തിപൂർവ്വം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന അയാൾ ഭക്തിപൂർവ്വം ചൊല്ലുന്നത് വഴി അയാൾക്ക് സഭാത്മക പ്രാർത്ഥനകൾ ഏതെങ്കിലും ചൊല്ലിയാൽ അയാൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. മറ്റ് വ്യവസ്ഥകളൊന്നും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ കൂടിയും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ സാധ്യമാണ്. അന്നേ ദിവസം മറ്റൊരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും അത് ലഭിക്കും. രണ്ടാമതായി, നവംബർ 2-ാം തീയതി പള്ളിയിലോ കപ്പേളയിലോ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുക വഴി നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. അത് നമുക്ക് മരിച്ചവർക്കായിട്ട് കാഴ്ചവെക്കാവുന്നതാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ സെമിത്തേരി സന്ദർശിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഭാഗിക ദണ്ഡവിമോചനം അനുവദിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ ഉദ്ദേശിച്ചുള്ളതല്ല. നമ്മൾ ഏത് ആത്മാക്കൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആത്മാവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ ആത്മാവിനാണ് അത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ് ലഭിക്കുന്നത്. ഇവയെല്ലാമാണ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. മുഴുവൻ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
വിശുദ്ധ കുർബാനയും കൂദാശകളും സ്വീകരിക്കാതെ ആ കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പ്രാപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയും കൂദാശകളും മറ്റു കൂദാശകളും നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം. വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുന്നവരും തുടർന്നും നയിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ കേട്ട കാര്യം തന്നെയാണ്. നമ്മളുടെ ലക്ഷ്യം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി നമ്മുടെ പാപകടങ്ങളെല്ലാം മോചിപ്പിച്ച് എനിക്ക് മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണം, അതുകൊണ്ട് ഞാൻ ഒരുപാട് വ്യഗ്രത കൂട്ടി കുറെ കാര്യങ്ങൾ ദിവസവും ചെയ്തു കൂട്ടി പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കണം. ഇങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടിയല്ല നമ്മൾ ഒരിക്കലും ദണ്ഡവിമോചനത്തെ സമീപിക്കേണ്ടത്. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ട് വേണം എപ്പോഴും നമ്മൾ ദണ്ഡവിമോചനത്തെ കാണുവാനായി. ഇത് നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി വ്യക്തത വരും. ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കുവാനായി നമ്മെ സഹായിക്കുവാനായിട്ട് സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, ഒരു വിശ്വാസി തന്റെ ക്രിസ്തീയ സഹനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളേറിയ ഉത്തരവാദിത്തങ്ങളോ മറ്റോ വിശ്വസ്തയോടെയും പരാതി കൂടാതെയും ഏറ്റെടുക്കുകയും ദൈവത്തിൽ എളിമയോടെ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സഭാത്മക പ്രാർത്ഥന അവയെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സഭാത്മക പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ വ്യക്തിക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് അനുവദിക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. നമ്മളുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ സ്ഥിരോത്സാഹത്തോടു കൂടി ഓടാനും കൂടുതൽ ആഴത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഇതുവഴി സഭ നമുക്ക് നൽകുന്നത്. ഇതിന് സഹായകരമായ ഒരു വചനമാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിലും ഇതിന് സമാനമായ കാര്യമാണ് പറയുന്നത്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമ്മളുടെ ശരീരവും മനസ്സും ബലഹീനമാകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടും ശരണത്തോടും കൂടി ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി ആ സഹനത്തെ ദൈവത്തിന് കാഴ്ചവെക്കുവാനാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുവഴി ഭാഗിക ദണ്ഡവിമോചനവും നമുക്ക് ലഭിക്കുന്നു. രണ്ടാമതായി, ഒരു വിശ്വാസി തന്നെയോ തനിക്കുള്ളവയെയോ മറ്റുള്ളവർക്ക് വേണ്ടി കരുണയോടെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ലഭ്യമാക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികളിലും ഉപവിപ്രവർത്തനങ്ങളിലും വളരുവാനായി ഈ ഒരു ദണ്ഡവിമോചനം നമ്മെ സഹായിക്കുന്നു. ഇതിന് ഉതകുന്ന ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മറ്റുള്ളവരെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കുന്നത്, ഉപവിപ്രവർത്തികൾ ചെയ്യുന്നത്, പ്രശസ്തിക്ക് വേണ്ടിയല്ലാതെ സാമൂഹ്യ സേവനം ചെയ്യുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രോഗികളെ സന്ദർശിക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്, ഇതെല്ലാം ഏതാനും ചില ഉദാഹരണങ്ങളാണ്. ഇവ ചെയ്യുന്നത് വഴി നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നു. ഇതിന് സഹായകരമായ ബൈബിളിൽ നിന്നുള്ള ഏതാനും ചില വചനങ്ങളാണ് ഞാൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അതുപോലെ തന്നെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. അടുത്തതായി, ഒരു വ്യക്തിക്ക് ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് തനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതും ഒരു വ്യക്തി ആസ്വദിക്കുന്നതുമായ പല കാര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുന്നത് വഴി, പ്രത്യേകമായിട്ടും അശുദ്ധവും അനാവശ്യവുമായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുകയോ അതിനെ കടിഞ്ഞാണിടുകയോ വഴി ആ വ്യക്തി ക്രിസ്തുവിന്റെ ദാരിദ്ര്യം എന്ന ആ ഒരു പുണ്യത്തിൽ പങ്കുചേരുകയും ആ സഹനം ഏറ്റെടുക്കുക വഴി ക്രിസ്തുവിന്റെ സഹനത്തോട് ഐക്യപ്പെടുകയും
തന്മൂലം അദ്ദേഹത്തിന് ആ ഒരു പ്രവൃത്തി വഴി ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുകയും ചെയ്യുന്നു. ആശയടക്കം, ഉപവാസം എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശം എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സഭ ഇത്തരം ഒരു ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിന് സഭ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. സഭയുടെ ചില പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വഴി, ഉദാഹരണത്തിന് വിശ്വാസ പ്രകരണം, ശരണപ്രകരണം, സ്നേഹപ്രകരണം, മനസ്താപ്രകരണം, കർത്താവിന്റെ മാലാക, സ്വർലോകരാജ്ഞി, മിശിഹായുടെ ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ മുതലായ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വഴി, ഒപ്പീസ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒപ്പീസിൽ പങ്കെടുക്കുന്നത് വഴി, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വഴിയെല്ലാം നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊന്നും കൂടാതെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന, പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന, വിവിധ ലുത്തിനിയകൾ, ഉദാഹരണത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ലുത്തിനിയ, തിരുരക്തത്തിന്റെ ലുത്തിനിയ, മാതാ പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയ, വിശുദ്ധ ഔസേപിതാവിന്റെ ലുത്തിനിയ, സകല വിശുദ്ധരുടെയും ലുത്തിനിയ എന്നീ പ്രാർത്ഥനകളും നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം നേടിത്തരും. കുരിശടയാളം ഭക്തിപൂർവം വരച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരുണയുടെ ജപമാല, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജപം, വിശുദ്ധ ഔസേപിതാവിനോടുള്ള ജപം എന്നിവയും നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം നേടിത്തരും. വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ സഭ ഒരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്: 14 സ്ഥലങ്ങളും ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളോടുകൂടിയ രൂപങ്ങൾക്ക് മുൻപിൽ വേണം നമ്മൾ ഈ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുവാനായിട്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നടന്ന് നീങ്ങുകയും വേണം. അത് എല്ലാവരും, നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും നടക്കുവാനോ നീങ്ങുവാനോ സാധിക്കുന്നില്ലെങ്കിൽ അത് നയിക്കുന്ന വ്യക്തി തന്നെയെങ്കിലും നടക്കണമെന്നാണ് സഭ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സങ്കീർത്തനങ്ങൾ 130, 51 എന്നിവ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴിയും നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഉപാധിയാണ് വെഞ്ചരിച്ച വസ്തുക്കളുടെ ഉപയോഗം. ഉദാഹരണത്തിന് വെഞ്ചരിച്ച കുരിശ്, കാശുരൂപങ്ങൾ, ജപമാല, വെന്തിങ്ങ തുടങ്ങിയവ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വസ്തു എന്ത് ഉപയോഗത്തിന് വേണ്ടിയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ ഉപയോഗം നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെന്തിങ്ങയാണെങ്കിൽ നമ്മൾ വെഞ്ചരിച്ച വെന്തിങ്ങ കഴുത്തിൽ ധരിക്കുവാനാണ് അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴുത്തിൽ ധരിക്കുക. അതേസമയം ഒരു ജപമാലയാണെങ്കിൽ വെഞ്ചരിച്ച് കഴുത്തിൽ അണിയുക എന്നതിലുപരിയായി അത് ഉപയോഗിച്ച് ജപമാല ചൊല്ലി ധ്യാനിക്കുക എന്നതാണ് ജപമാലയുടെ യഥാർത്ഥമായ ഉപയോഗം. അതുകൊണ്ട് നമ്മൾ അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ ഉപയോഗം നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ കേട്ടതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്: എല്ലാ ദിവസവും പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാനുള്ള ഒരു അവസരം സഭ നമുക്ക് നൽകുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്: ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയല്ല നമ്മൾ വേണ്ടത്, പക്ഷെ അവ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കൂടുതൽ വിശുദ്ധരായി തീരണം, വിശുദ്ധി പ്രാപിക്കണം, കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സ്നേഹത്തിലും ഊന്നിയ ഒരു ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ളതാണ് സഭ ദണ്ഡവിമോചനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദണ്ഡവിമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കേണ്ടത് സഭയുടെ അതേ ആഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും ദണ്ഡവിമോചനത്തെ കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ലഭിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചിലർക്കെങ്കിലും ഉണ്ടായിരുന്ന ചില സംശയങ്ങളെങ്കിലും മാറ്റാനായിട്ടും സാധിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മളിവിടെ ചിന്തിച്ചതുപോലെ നമുക്ക് അനുദിന ജീവിതത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി, കൂടുതൽ ആഴമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.